യേശുവിൽ പ്രിയ കൂട്ടുകാരെ, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വചനം ഇപ്രകാരമാണ്: ഹെരോദോസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെരോദോസ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറുസലേം മുഴുവനും. ജ്ഞാനികൾ എന്നാൽ രാജാക്കന്മാർ, അതായത് മലയാളത്തിൽ പൂജാ രാജാക്കന്മാർ. അറിവുള്ളവരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ജ്ഞാനികൾ. അതുപോലെ തന്നെ അന്വേഷകർ, അത്ഭുതകരമായ വിദ്യകൾ അറിയാവുന്നവർ എന്ന അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നക്ഷത്രത്തെ പിഞ്ചെന്നാണ് ജ്ഞാനികൾ ബെത്ലഹേമിലെത്തിയത്. അതായത് മിശിഹ ജനിക്കുന്ന കാലത്ത് പ്രപഞ്ചം അതിൻ്റെ അടയാളങ്ങൾ കാണിച്ചു. തന്നെയുമല്ല, രാജ്യം ഭരിക്കാനുള്ള കിരീടാവകാശി ജനിക്കുമ്പോൾ കിഴക്കൊരു നക്ഷത്രം ഉദിക്കുമെന്നാണ് വിജാതീയരുടെ സങ്കല്പം. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ഭരിക്കാനുള്ളവൻ ജനിച്ചപ്പോൾ സമാനമായ ഒരു നക്ഷത്രം ഈ വിജാതീയരായ രാജാക്കന്മാർ കാണുകയാണ്. അതുകൂടാതെ പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യത്തിൽ ബാലാം എന്ന ദീർഘദർശി ഇപ്രകാരം പ്രവചിക്കുന്നുണ്ട്: ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രയേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. ഇവിടെ യാക്കോബിൽ നിന്നുദിച്ച യഥാർത്ഥ നക്ഷത്രത്തെ തേടിയാണ് ഈ ജ്ഞാനികൾ എത്തിയത്. പക്ഷേ അവർ ഹെരോദോസിന്റെ കൊട്ടാരം ലക്ഷ്യമാക്കിയാണ് വരുന്നത്. കാരണം കൊട്ടാരത്തിലായിരിക്കാം രാജാവ് ജനിച്ചത് എന്ന് അവർ ചിന്തിച്ചു. എന്നാൽ ഈ ജ്ഞാനികളെ നക്ഷത്രം നയിച്ചു. എങ്ങോട്ട്? യേശു പിറന്ന വീട്ടിലേക്ക്. അതൊരു പുൽക്കൂടാണെന്നുള്ളത് ലൂക്കാ സുവിശേഷത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മത്തായി അതൊരു ഭവനമെന്നേ പറയുന്നുള്ളൂ. ഈ ജ്ഞാനികൾ കൊട്ടാരം കണ്ട് ഇവിടെയായിരിക്കും ലോകത്തിന്റെ രാജാവ് ജനിക്കുന്നത് എന്ന് സംശയിച്ച് അതിനുള്ളിൽ പ്രവേശിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു സകല ജനത്തിനും സന്തോഷത്തിന്റെ സദ്വാർത്ത അറിയിക്കാൻ വന്നവനാണ്. മാലാഖമാർ അവന്റെ ജനനത്തിൽ ആനന്ദഗീതം മീട്ടുന്നതായി ലൂക്കാ സുവിശേഷകൻ പറയുന്നുണ്ട്. അത് ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിലാണ്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ ജ്ഞാനികൾ പറഞ്ഞതനുസരിച്ച് ഹെരോദോസിന് മനസ്സിലായി, ലോകത്തിന്റെ രക്ഷകൻ ജനിച്ചു. അത് തനിക്ക് പ്രശ്നമാണ്. അധികാര കസേരയ്ക്ക് ഇളക്കം തട്ടും. നമ്മൾ മനസ്സിലാക്കണം, ഹെരോദോസിന്റെ വാർദ്ധക്യത്തിലാണ് ഈ ശിശു ജനിക്കുന്നത്. ജനിച്ച ശിശു വളർന്ന് ഒരു രാജാവാകണമെങ്കിൽ വർഷങ്ങൾ കഴിയണം. അതിനു മുമ്പേ ഹെരോദോസിന്റെ കാലം അവസാനിക്കും. പക്ഷേ അതൊന്നുമല്ല ഹെരോദോസ് ചിന്തിക്കുന്നത്. അധികാരമോഹിയായ ഹെരോദോസ് ഇപ്പോൾ തന്നെ പിറന്ന ഒരു ശിശുവിനെ പോലും തനിക്ക് ഭീഷണിയാണെന്ന് കണ്ടെത്തി അവനെ വധിക്കാൻ തീരുമാനിക്കുകയാണ്. ഹെരോദ് രാജാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെറോദ് ദ ഗ്രേറ്റ് എന്നാണ് ചരിത്രത്തിൽ ഇദ്ദേഹത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഹെരോദ് രാജാവ് മക്കബായ രാജപരമ്പരയിൽപ്പെട്ടതും യഹൂദ വംശത്തിലേക്ക് കൺവേർട്ട് ചെയ്ത ആളുമായിരുന്നു. ഹെരോദ് എന്ന് പറയുന്നത് കുടുംബ പേരാണ്. പുതിയ നിയമത്തിൽ തന്നെ പല ഹെരോദുമാരെ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് അർക്കലാവോസ്, അന്തിപ്പാസ്, അഗ്രിപ്പ തുടങ്ങിയവർ. BC 37 മുതൽ BC 4-ാം ആണ്ട് വരെ പാലസ്തീന്റെ സാമന്ത രാജാവായിരുന്നു ഹെരോദോസ് എന്ന് റോമൻ ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നും വ്യക്തമാണ്. BC 63-ൽ റോമൻ ആക്രമണത്തിൽ തകർക്കപ്പെട്ട ജെറുസലേം ദേവാലയം പുതുക്കി പണിയുന്നത് ഇദ്ദേഹമാണ്. BC 20-ാം ആണ്ടിലാണ് ഹെരോദോസ് രാജാവ് ദേവാലയത്തിന്റെ പണി ആരംഭിച്ചത്. അങ്ങനെ യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന ജെറുസലേം ദേവാലയം ഹെരോദോസിന്റെ സംഭാവനയായിരുന്നു. ദേവാലയം പണി കഴിപ്പിച്ച രാജാവ് എന്ന അർത്ഥത്തിലാണ് ഹെരോദിന് ചരിത്രത്തിൽ മഹാനായ ഹെരോദ് എന്ന വിശേഷണമുണ്ടായത്. എന്നാൽ ഈ ഹെരോദ് ക്രൂരനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഭാര്യയെയും 2 മക്കളെയും ഭാര്യ സഹോദരനെയും അമ്മായിയമ്മയെയും കൊല്ലുകയുണ്ടായി. അതുകൂടാതെ നീതിമാന്മാരായ വിശുദ്ധരായ 70 യഹൂദന്മാരെ പിടിച്ച് തടവിൽ പാർപ്പിച്ചിട്ട് ഉത്തരവിട്ടു, ഞാൻ മരിക്കുന്ന സമയത്ത് ഈ യഹൂദന്മാരെ പച്ചയ്ക്ക് കൊല്ലണം. അവരെ ഓർത്ത് ജെറുസലേം കരയും. അപ്പോൾ ആളുകൾ വിചാരിക്കും തന്നെ ഓർത്ത് കരയുകയാണെന്ന്. ആ ഹെരോദ് ഭരിച്ച സമയത്താണ് യേശു ജനിച്ചത്. തുടർന്നുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും, ഈ ജ്ഞാനികളെ ഉപയോഗിച്ചുകൊണ്ട് ഹെരോദോസ് രാജാവ് ദൈവത്തിന്റെ പുത്രനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്.
നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തു തന്നെ അവൻ്റെ ജനന ദിവസം മുതലേ ഇപ്രകാരമുള്ള പീഡകൾ അതിജീവിച്ചു വളർന്നവനാണ്. അതിനാൽ ദൈവജനത്തെ പീഡാനുഭവങ്ങളിൽ തളരാതെ മുന്നേറാൻ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി നിർവഹിക്കുകയാണ് മത്തായി സുവിശേഷകൻ ഈ വിവരണത്തിലൂടെ. വീണ്ടും കാണാം. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ.